ഈ ഒരു കാര്യത്തെ ഒരു മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതുക്കും മേലെ എന്ന് തന്നെ പറയാം. ഒരുപക്ഷെ ഇത് നിങ്ങളെയും സ്വാധീനിച്ചേക്കാം, ചിന്തിപ്പിച്ചേക്കാം. വിദ്യാഭ്യാസം, അറിവ്, പവർ, ഇത് മൂന്നിൻ്റെയും കൂടെ ഒരു മനുഷ്യൻ്റെ കരുണ, സഹാനുഭൂതി, സേവന മനോഭാവം, ക്രിയേറ്റിവിറ്റി, സാമൂഹിക ഉത്തരവാദിത്തം ഇതെല്ലാം കൂടിക്കലർന്നാൽ എങ്ങനെയിരിക്കും? നമുക്ക് നോക്കാം. ഒരു കാലത്ത് പോളിയോ ബാധിച്ച കുട്ടികൾ നടക്കാൻ ഉപയോഗിച്ചിരുന്ന കാലിപ്പർ, അതായത് നടക്കാൻ സഹായകമാകുന്ന ഒരു വസ്തു, ചിത്രത്തിൽ കാണുന്ന ഈ ഒരു സാധനം. ഒരു കാലത്ത് ഇതിൻ്റെ ഭാരം 3 to 4 കിലോഗ്രാം ആയിരുന്നു. അത്രയും ഭാരമുള്ള വസ്തുക്കൾ ധരിച്ച് നടക്കുന്നതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ APJ എയ്റോസ്പേസ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ലഘുവായ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ച് കാലിപ്പർ നിർമ്മിച്ചു. ഇപ്പോൾ അതിന് വെറും ഭാരം 400 ഗ്രാം മാത്രം. ഏകദേശം 10-1 അല്ലെങ്കിൽ ഒരു 15% മാത്രമായി ഭാരം കുറഞ്ഞു. കാലിപ്പർ ഉപയോഗിക്കാൻ നിർമ്മിച്ച ആ ഒരു വസ്തുവിന് ഭാരം കുറവാണെങ്കിൽ കൂടി നല്ല രീതിയിൽ സ്ട്രോങ് ആയ ഒരു മെറ്റീരിയലായിരുന്നു. എയർക്രാഫ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന, അതായത് മിസൈലുകളോ വിമാനങ്ങളുടെ ഭാഗങ്ങളോ ഒക്കെ നിർമ്മിക്കാനായി ഉപയോഗിക്കുന്ന ഈ ഒരു മെറ്റീരിയൽ വളരെയധികം കോസ്റ്റ്ലിയാണ്. എന്നാൽ പ്രശ്നത്തിൻ്റെ പ്രാധാന്യവും ഒരു നല്ല മനസ്സും ഉള്ളതുകൊണ്ടാണ് മെറ്റീരിയലിൻ്റെ വില നോക്കാതെ ബുദ്ധിമുട്ടുന്നവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയത്. ഇതിൽ നിന്നും എങ്ങനെ അറിവ് പ്രയോജനപ്പെടുത്താം, ഉപകാരമായ രീതിയിലോട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തെ എങ്ങനെ കൊണ്ടുപോയി എത്തിക്കാം, സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് പ്രാധാന്യം നൽകാതെ എങ്ങനെ പാവപ്പെട്ടവരെ സഹായിക്കാം, ഒരു വ്യക്തിയുടെ ക്രിയേറ്റിവിറ്റിക്ക് എത്രത്തോളം മറ്റുള്ളവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം, എത്രത്തോളം ജീവിതങ്ങൾ മാറ്റിമറിക്കാം, അധികാരം അർഹതയുള്ളവരുടെ കയ്യിലാണെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, സമൂഹത്തിന് അതെന്തെല്ലാം നന്മകൾ നൽകും തുടങ്ങിയ ഒട്ടനവധി കാര്യങ്ങൾ എനിക്കിതിൽ നിന്നും പഠിച്ചെടുക്കാൻ കഴിഞ്ഞു. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്